ഈ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ഒരു ഭാഗത്ത് മറ്റൊരു പീഠത്തെ പറ്റിയും പറയുന്നുണ്ട്. പ്രൈമ ഫേസി ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദിസ് പീഠം ഓൾസോ അണ്ടർവെന്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ബൈ ട്രഡീഷണൽ മെത്തേഡ്സ് ഇൻ 1999 എലോങ് വിത്ത് ദ ദ്വാരപാലകാസ് നിന്ന്. അപ്പോൾ അവിടെയും ഒരു പീഠം വരുന്നുണ്ട്. എനിക്കിത് അതും ആരെങ്കിലും ഇത് ക്ലാരിഫൈ ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് അത് അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. പ്ലേറ്റ്സ് വെയ്ഡ് അബൌട്ട് 17 കിലോഗ്രാം എന്നും പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയും അത് ആ പീഠം ഏതാണ്. ശ്രീ ജി രാമൻ നായർ, അതൊരു മറ്റൊരു പീഠമാണോ? പീഠത്തിന്റെ കാര്യത്തെ കുറിച്ച് വ്യക്തത എനിക്കറിയില്ല. കാരണം ഞാനത് ആ ഒരു നിലയിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ മനസ്സിൽ ഒരു കാര്യം ഞാൻ പറയാം. അയ്യപ്പസ്വാമിയുടെ കാര്യങ്ങൾ ആർക്കും തട്ടിക്കാൻ കഴിയില്ല. സത്യം എപ്പോഴും പുറത്തു വരും. കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ഉത്തരം പറഞ്ഞേ മതിയാവൂ. അത് ഈ പറഞ്ഞ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് അവസാനിക്കില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ, ഇവിടെ നിന്ന് 2019 ഇത് കൊണ്ടുപോയി. 2019 കൊണ്ടുപോകേണ്ട സാഹചര്യം എന്തായിരുന്നു? ആരാണ് 2019 ഇത് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുത്തത്? ആരുടെ ഉത്തരവനുസരിച്ചാണ് ഇത് കൊണ്ടുപോയത്? ഇതിന് ആവശ്യമായ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? അതിനകത്ത് തന്ത്രിയുടെ അനുവാദം എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യണം എന്ന് അനുവാദം ചോദിച്ചാൽ തന്ത്രി അദ്ദേഹം കൊടുക്കും. കാരണം അത് തന്ത്രി അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ അതിനകത്ത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മറിച്ച് ഇത് ഒരു 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 വലിയൊരു ഗൂഢാലോചനയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നു, അങ്ങനെ ഇത് നന്നാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അത് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് ആരും അതിന്റെ കൂടെ പോകുന്നില്ല. പക്ഷെ ഇത് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത് എങ്ങനെയായിരുന്നു? അതിന് എന്താണ് അടിസ്ഥാനം? ആരുടെ ഒരു ഫയൽ ഉണ്ടാവും. ആ ഫയൽ എങ്ങനെയാണ് തുടക്കം ആരംഭിച്ചത്? അതിനെക്കുറിച്ച് അന്വേഷിക്കണം. മാത്രവുമല്ല, ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോയിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് അന്നത്തെ തിരുവാഭരണ കമ്മീഷൻ അറിയുന്നത് ഇങ്ങനെ ഈ സാധനങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്തൊരു ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. സാധാരണഗതിയിൽ ശബരിമലയുടെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്രാവശ്യം ഇവർ കൊണ്ടുപോയപ്പോൾ ഉദ്യോഗസ്ഥന്മാർ കൂടെ പോയല്ലോ. എന്താണ് അന്നത് ചെയ്യാതിരുന്നത്? അപ്പോ ഇതിനകത്തെല്ലാം ഒട്ടേറെ നമുക്ക് സാധാരണഗതിയിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പല കാര്യങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കമായിട്ട് മാറും. നിശ്ചയമായിട്ടും ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. ശരി, 1999 വിജയ് മല്യയാണ് ശ്രീകോവിൽ സ്വർണം പൂച്ചത്. അന്ന് പക്ഷേ ഈ ശ്രീകോവിലിന്റെ സീലിംഗ് മാത്രമേ ഉള്ളൂ എന്നുള്ള സംശയം ഇപ്പോൾ ചിലർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ശ്രീകോവിലിന്റെ റൂഫ് പാത്രമാണോ എന്ന്. കാരണം വിജയ് മല്യയുടെ ഒരു പഴയ ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഈ ശബരിമലയിൽ ഇങ്ങനെ ശ്രീകോവിലിന്റെ റൂഫ് ഞാൻ സ്വർണം പൂശി കൊടുത്തു എന്നുള്ള കാര്യം. പക്ഷേ അതിൽ കൃത്യമായ വിവരങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അന്ന് വിജയ് മല്യ സ്വർണം പൂശിയവയിൽ ഉൾപ്പെടുന്നത് എന്ന്. ശ്രീകോവിലിന്റെ മേൽക്കൂരയുണ്ട്, മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങളുണ്ട്, ശ്രീകോവിലിന്റെ സീലിംഗ് 2 ദ്വാരപാലക ശില്പങ്ങൾ, അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളും അതിലുണ്ട്. പിന്നെ കുറേയേറെ കാര്യങ്ങൾ, 2 കമാനങ്ങൾ, ശ്രീകോവിലിലെ കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, ശ്രീകോവിലിൻ്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിൻ്റെ കലശം, നാഗരാജ കോവിലിലെ കലശം, പിന്നെ ഭിത്തിയിലെ അയ്യപ്പചരിതം എഴുതിയ തകിടുകൾ, ഇത്രയും കാര്യങ്ങളാണ് അന്ന് 1999 സ്വർണം പൂച്ചത്. ഇതിൽ ഈ 2 ദ്വാരപാലക ശില്പങ്ങൾ അവയാണ് 2019 വീണ്ടും കോപ്പർ പ്ലേറ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം പൂശാൻ എടുത്തത്. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ ശ്രീ റജി ലൂക്കോസ് വന്നു കഴിഞ്ഞു. ഇപ്പോഴും പക്ഷേ താങ്കൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും ആ പീഠങ്ങളിലേക്കും ചുരുക്കുകയാണ് കാര്യങ്ങൾ. അതാണ് പ്രശ്നം. ഒരിക്കലുമല്ല, അങ്ങനെ ഞാൻ ചുരുക്കിയിട്ടില്ല. അങ്ങനെ ചുരുക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പല നിലപാടുകളൂടെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. ഇവിടുത്തെ വിഷയം ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് പറയാനുള്ള അവസരം തന്നെ. ഈ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയി, വീണ്ടും ഈ ഭരണസമിതിയുടെ കാര്യത്തിൽ ഇത് കൊണ്ടുപോയെന്ന് പറയുന്നത് ഈ 2 സമയത്തും ഇതിനെ കൊണ്ടുപോകാനായിട്ട് അതിന്റെ പ്രഭ മങ്ങിയത് കൊണ്ട് അത് ക്ലാഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാനായിട്ട് അനുമതി കൊടുത്തത് സ്വാഭാവികമായിട്ടും അതിന്റെ തന്ത്രിയാണ്. തന്ത്രി കൊടുക്കുന്നതൊക്കെ പോസിറ്റീവ് ആംഗിളിൽ തന്ത്രി അതിന് വേണ്ടിയിട്ട് വലിച്ചഴിക്കരുത്. രണ്ടാമത് കൊണ്ടുവന്ന് ഇവരുടെ ഈ സാധനം അവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളൊരു ഇയാൾ കാണാനില്ല എന്ന് പരാതി കൊടുത്തയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? അപ്പോൾ അതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്താ? നിമിഷ നേരം കൊണ്ട് വി ഡി സതീശൻ പറഞ്ഞില്ലേ കള്ളന്മാരാണ് ശബരിമല ഭരിക്കുന്നത്. ഈ പ്രശാന്ത് എന്ന് പറയുന്ന മനുഷ്യ സഹിതം ഇന്ന് പ്രശാന്ത് പറഞ്ഞ മറുപടി എന്താ? ഒരു രേഖയോ ഒരു പേപ്പർ പോലും നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നാ പറഞ്ഞേ. അപ്പോൾ എവിടെ ആയിരുന്നു ഇത്? തന്നെയല്ല, ഈ പീഠം എന്ന് പറയുന്ന ചെമ്പാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഈ പീഠം ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് മൊത്തം അതിന്റെ തൂക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആര് പീഠം ചെമ്പാണെന്ന് ആര് പറഞ്ഞു? അല്ല, ഇവിടെ പറഞ്ഞു കേട്ട് പീഠം ചെമ്പാണ്, ഇത് ദ്വാരപാലക ശില്പത്തിന്റെ കവറേജ് ആണ് സ്വർണ്ണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഈ കള്ളത്തരം കാണിച്ച് അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിന് പിന്നിൽ ആരാണ്?
അതൊരു അല്ല ചോദ്യമല്ലേ? അല്ല ഈ കാര്യങ്ങൾ പുറത്തു വന്നത് നന്നായില്ലേ? ലോകം അറിഞ്ഞില്ലേ അവിടെ എന്താണ് സംഭവിച്ചതെന്ന്? അല്ല, ലോകമല്ലെങ്കിൽ ശബരിമലയെ കുറിച്ച് വളരെ ആകാംക്ഷയില്ല. ശബരിമലയെ കുറിച്ച് ഞാനും മഞ്ജുഷും അടങ്ങുന്നവരെല്ലാവരും വളരെ പവിത്രമായിട്ട് കാണുന്ന, നോ ഡൗട്ട്. അത് മാത്രമല്ല, എരിമേലിക്ക് എന്നാ കുഴപ്പം? എരിമേലി ഞാൻ കുഴപ്പത്തിലല്ലേ? അല്ല ഇത് അറിഞ്ഞതിലാണോ ഇപ്പോൾ ബുദ്ധിമുട്ട് ശ്രീ റജി ലൂക്കോസ്? നന്നായില്ലേ? ഇപ്പോൾ താങ്കൾ പറഞ്ഞു വി ഡി സതീശനാണ് അല്ല കള്ളന്മാരെന്ന് വി ഡി സതീശൻ വിളിച്ചു എന്ന്. അതിൽ മാറ്റമുണ്ടാക്കേണ്ട കാര്യമില്ല. സതീശൻ അത് മാറ്റി പറയേണ്ട കാര്യമില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ കള്ളം പറഞ്ഞു എന്ന് വെച്ച് മറ്റുള്ളവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കള്ളന്മാരുടെ പട്ടികയിൽ ഇവരെല്ലാം ഉണ്ട്. കാരണം ഇവരുടെ കാലത്താണ് ഇതൊക്കെ നടക്കുന്നത്. ഈ പറയുന്ന 2019 കൊണ്ടുപോയതും 2025 വീണ്ടും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് പോയതും ഒക്കെ ഇവർ തന്നെയാണ്. പ്രശാന്തിന്റെ ഭരണസമിതിയാണ് ഇപ്പോൾ. അന്ന് പത്മകുമാറിന്റെ ഭരണസമിതിയാണെന്നേ ഉള്ളൂ. ഒരു സെന്റൻസ് പറയാൻ അനുവദിക്കൂ പ്ലീസ്, ദാറ്റ്സ് മൈ റിക്വസ്റ്റ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വി ഡി സതീശൻ ഈ പരാതി നൽകിയതിനു ശേഷം ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച് സഹോദരന്റെ വീട്ടിൽ നിന്ന് ഈ പീഡനം കണ്ടെത്തിയതിനു ശേഷം എന്തുകൊണ്ട് ഈ പ്രതിപക്ഷ വായനക്കുന്നില്ല? ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി, മാപ്പ് ചോദിക്കണമെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? താങ്കൾ ഈ പീഠത്തിലേക്ക് ചുരുക്കുന്നതാണ് പ്രശ്നമായത്. താങ്കൾ മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പീഠത്തിലേക്ക് ചുരുക്കുകയാണ്, അതാണ് പ്രശ്നം. പീഠമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതും സ്വർണം പൂശിയ പാളി ചെമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയതും ഒക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. 40 വർഷത്തെ വാറന്റി ഉണ്ടായിട്ടും അത് വീണ്ടും 6 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുപോയതും ഒക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് കേൾക്കും. മഞ്ജുഷിന്റെ നാടായ കോട്ടയത്തെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കൊടിമരം അത് അതിന്റെ തിളക്കം നഷ്ടപ്പെട്ട് ബലക്ഷീണമെന്ന് അറിയപ്പെടുമ്പോൾ അവരത് മാറ്റി പ്രദർശിച്ച് ഒരു ക്രിസ്ത്യാനി 35 ലക്ഷം രൂപ വില വരുന്ന അത് കോട്ടയത്ത് കൊഴുവനായിരുന്നു സൗജന്യമായിട്ട് കൊടുത്തു. കാരണം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലുള്ള ആ തേക്കുന്നവരുടെ വരവ് തന്നെ എത്രയോ പള്ളികളിലും ക്ഷേത്രങ്ങളിലും ആദരിച്ചിട്ടുണ്ടായ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഫെയ്ഡ് ആകുമ്പോൾ, അതിന് കേട് വരുമ്പോൾ അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഏത് ആരാധനത്തിലുണ്ടാവും. അതിന് തന്നെ അനുവദിക്കുന്നത് അതിന് തന്ത്രിയുടെ അനുമതിയുണ്ട്. ഇതേ തന്ത്രി ബഹുമാനപ്പെട്ട രാജു എനിക്ക് നേരിട്ട് അദ്ദേഹമാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ തന്ത്രി. അദ്ദേഹമാണ് 10-40 ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ്. അമേരിക്കയിലെ ക്ഷേത്രത്തിന്റെ പോലെ അദ്ദേഹം തന്ത്രിയാന്നാ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞിരിക്കുന്നത്. സ്വാത്വികനായ ഒരു മനുഷ്യൻ. അപ്പൊ നിങ്ങൾ ഇതിനെയൊക്കെ കുറ്റത്ത് കാണുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, കേരളത്തിലെ ജനങ്ങൾക്ക് നെല്ലും ബദലും തിരിച്ചറിയാം, ഒരു സംശയമില്ല. കേരളത്തിൽ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന ശ്രേഷ്ഠമായ പരിപാടിയെ കളങ്കം ചാർത്താൻ വേണ്ടി നടത്തിയ ഒരു പച്ച തട്ടിപ്പാണിത്. അയാളെ എത്രയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെയാണോ രാഹുൽ യോജിക്കുന്നുണ്ടോ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ? എനിക്ക് റജി ലൂക്കോസ് സാറിന്റെ ശബരിമലയോടുള്ള നിലപാട് പണ്ടേ അറിയാതെ വളരെ പോസിറ്റീവാണ്. അദ്ദേഹത്തിന്റെ മതസൗഹാർദ്ദവും അയ്യപ്പനെയും വാവരെയും വെളുത്തെയും ഒക്കെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന അത് പോസിറ്റീവാണ്. അതായത് 2-3 കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് ഉണ്ട്. അതായത് ഒന്ന്, നേരത്തെ ശ്രീ മഞ്ജുഷ് വളരെ ശരിയായി പറഞ്ഞതുപോലെ വിജയമല്യയുടെ ചില ഇന്റർവ്യൂകളിലും അന്നത്തെ റിപ്പോർട്ടുകളിലും 31 കിലോഗ്രാം സ്വർണവും 1900 കിലോഗ്രാം കോപ്പറും മറ്റും കൊടുത്ത ഗോൾഡൻ റൂഫ് കൊണ്ടുവന്നു എന്നൊരു പരാമർശമുണ്ട്. അത് സത്യമാണ്. കാര്യം അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂകളിൽ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം കൃത്യമായ രേഖകളും ഡോക്യുമെന്റും സൂക്ഷിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതായത് ഏതൊക്കെ കാര്യം ഇന്ന് നമുക്ക് തിരിച്ചെടുത്ത് നോക്കുമ്പോൾ റഫറിംഗ് പോയിന്റ്സ് ഇല്ല, ഈ റഫറൽ പോയിന്റ്സ് ഇല്ല. എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയുടെ ഒബ്സർവേഷന്റെ ഭാഗമായി ഹൈക്കോടതി ഒരു വരിയും പറയുന്നുണ്ട്, പണ്ട് മുതലേ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നൊരു പരാമർശം കോടതിയുടെ ഒബ്സർവേഷന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഹൈക്കോടതി ചെയ്തിരിക്കുന്ന നല്ല കാര്യം, ജസ്റ്റിസ് KT ശങ്കറിനെ പോലെ വളരെ പ്രമുഖനായ ഒരു ജഡ്ജി, സർവാദരണീയനായ ഒരു ജഡ്ജി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അടക്കം ഇതിന്റെ ഒരു ഹോൾ ഇൻവെന്ററി തയ്യാറാക്കുകയും ഒരു ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യണം. ഇത് നമ്മൾ കുറെ കാലം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. വേണ്ട രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എയുടെയോ ബിയുടെയോ സിയുടെയോ തെറ്റല്ല, നമ്മുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. വേണ്ട രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് നമുക്ക് വേദന തോന്നേണ്ട ഒരു കാര്യമാണ്. ഞാൻ കൗതുകത്തോടെ ഇതിനോട് ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ പറയാം. ശബരിമല യുവതി പ്രവേശനത്തിൽ ശബരിമലയിൽ യുവതികൾ കയറില്ല എന്ന് നമ്മളെ തെളിയിക്കാൻ ഒരു ഒറ്റ പുസ്തകമേ ഉള്ളായിരുന്നു. അത് ബ്രിട്ടീഷുകാർ എഴുതിയതാണ്, 1812 വാർഡ് ആൻഡ് കോർണർ റിപ്പോർട്ട്. നമ്മുടെ കയ്യിൽ വേറെ ഒരു ഡോക്യുമെന്റോ രേഖയോ പോലും ഇല്ല. നമ്മുടെ ഇതൊരു വിശ്വാസമായിട്ട് നമ്മുടെ ആചാരമായിട്ട് തുടർന്നു എന്നല്ലാതെ ഈ ഡോക്യുമെന്റേഷൻ ഇല്ലായ്മ വിശാല അർത്ഥത്തിൽ ഇന്ത്യയുടെ വലിയൊരു പ്രശ്നമാണ്. വിശിഷ്യ അർത്ഥത്തിൽ നമ്മുടെ ഹിന്ദുക്കളുടെ വലിയൊരു പ്രശ്നമാണ്. ഡോക്യുമെന്റ്, ക്രോണോളജി, രേഖപ്പെടുത്തൽ, ഇത്തരം കാര്യങ്ങൾ കുറെ കൂടെ പ്രോംപ്റ്റ് ആക്കണം. നേരത്തെ ശ്രീ അത്ര വർഷത്തെ പഴക്കമൊന്നുമില്ല ശ്രീ രാഹുൽ. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതല്ലേ? 1999-ഉം 2019 തമ്മിൽ 20 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ.